ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. +2 ക്ലാസ്സിലെ 5th ചാപ്റ്ററാണ് മേരെ ലാൽ. സൂർദാസിൻ്റെ പദാണ്, കീർത്തനമാണ്. നോക്കിയേ, സൂർദാസ് കൃഷ്ണഭക്തി ശാഖയിലെ പ്രമുഖ കവിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ നിങ്ങൾ പഠിച്ചു കാണും. അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളിൽ സൂർസാഗർ കീർത്തനങ്ങൾ ഏതിലാണ്? സൂർസാഗറിലാണ് സംഗ്രഹിക്കപ്പെട്ടിട്ടുള്ളത്. വ്രജഭാഷയിൽ രചിക്കപ്പെട്ട സൂർ കീർത്തനങ്ങളിൽ വിനയം, വാത്സല്യം, ബാലലീല, ഭക്തി എന്നിവ ചിത്രീകരിച്ചിരിക്കുന്നു. ഇവിടെ കൃഷ്ണൻ്റെ ബാലലീലയിലെ ഒരു കീർത്തനമാണ് നമുക്ക് പഠിക്കുവാൻ ഉള്ളത്. യശോദയും നന്ദഗോപരുമാണ് കൃഷ്ണൻ്റെ വളർത്തമ്മയും വളർത്തച്ഛനും. കൃഷ്ണനെ പറ്റി യശോദ നന്ദനോട് പറയുന്നതാണ് പാഠഭാഗം. ഓക്കെ, സൂതമുഖ ദേഖി ജസോദ ഫൂലെ. സൂതൻ്റെ പുത്രൻ്റെ മുഖം കണ്ടപ്പോൾ ജസോദ യശോദ കെ ഫൂലി എന്ന സന്തോഷമുണ്ടായി. അതായത് പുത്രൻ്റെ മുഖം കണ്ട യശോദ ഹർഷപുളകിതയായി. ഹർഷിതദേക്കി ദുത്ക്കി ദന്തിയ എന്ന് വെച്ചാൽ പാൽപ്പല്ലുകൾ. ഹർഷിതദേക്കി കൃഷ്ണൻ്റെ പാൽപ്പല്ലുകൾ കണ്ടപ്പോൾ യശോദയ്ക്ക് സന്തോഷമായി. കൃഷ്ണൻ്റെ ദൂത്തിക്ക് ദന്തിയ വൺപേടാകട്ടോ, അത് പാൽപ്പല്ലുകൾ കണ്ടപ്പോഴാണ് യശോദയ്ക്ക് വളരെയധികം സന്തോഷം ആയത്. പ്രേമമഗ്നെ തനുക്കി സൂതി ഫൂലെ. ഫൂലിനെ മറക്കുക, മഗ്നെ മുഴുകുക. കൃഷ്ണൻ്റെ പ്രേമത്തിൽ മുഴുകി യശോദ തന്നെ മറന്നു. അവളെന്ത് ചെയ്തു? തന്നെ മറന്നുപോയി. കൃഷ്ണൻ്റെ ആ സ്നേഹത്തിൽ മുഴുകി. ബാഹരി തേ തബ് നന്ദ ബുലായെ. ബാഹർ എന്ന് വെച്ചാൽ പുറത്ത് നിൽക്കുന്ന നന്ദനെ വിളിച്ച് യശോദ പറഞ്ഞു. ദേക്കോ തൗ സുന്ദർ സുഖദായി. ദേക്കോ കണ്ടാലും നമ്മുടെ കൃഷ്ണൻ്റെ സുന്ദരവും സുഖദായകവുമായ കൃഷ്ണൻ്റെ മുഖം കണ്ടാലും എന്ന് യശോദ നന്ദനോട് പറയുന്നു. തനക സി ദൂത്ത്ക്കി ദന്തിയാം ദേഖോ നൈന സുഫൽ കരോ ആയി. തനക എന്ന് വെച്ചാൽ ചെറിയ, ദൂത്ത്ക്കി ദന്തിയാം പാൽപ്പല്ലുകൾ, നൈനെ കണ്ണ്, സുഫൽ സഫൽ ചെറിയ പാൽപ്പല്ലുകൾ കണ്ട് കണ്ണുകൾക്ക് സായുജ്യം നൽകിയാലും. എന്താ പറഞ്ഞേ? നന്ദനോട് പറയാണ്, കൃഷ്ണൻ്റെ ചെറിയ പാൽപ്പല്ലുകൾ കണ്ട് കണ്ണുകൾക്ക് സായുജ്യം നൽകിയാലും. ആനന്ദ സഹിത മഹർത്തബ ആയെ. മഹർ എന്ന് വെച്ചാൽ നന്ദ. സന്തോഷത്തോടെ നന്ദൻ അകത്തേക്ക് വന്നു. എന്നിട്ട് മുഖചിതവൻ ദൗ നൈന് അതായി. അതായത് മുഖചിതവൻ എന്ന് വെച്ചാൽ ദേക്കിന, നൈന കണ്ണ്. പുത്രനെ ദർശിച്ചപ്പോൾ കണ്ടപ്പോൾ കണ്ണുകൾ സംതൃപ്തിയായി. അതായത് നന്ദൻ്റെ കണ്ണുകൾക്ക് സംതൃപ്തിയായി. ആരെ കണ്ടപ്പോൾ? പുത്രനായ കൃഷ്ണൻ്റെ മുഖം ദർശിച്ചപ്പോൾ. സൂറെ ശ്യാമ കില ദ്വജി ദേഖോ മാനോ കമൽ പർ ബിജു ജമായി. ബിജു എന്ന് വെച്ചാൽ ഇടിമിന്നൽ, ജമാന ഉദിക്കുക, കമൽ താമര. കിലന്ന് വെച്ചാൽ സന്തോഷത്തോടെയുള്ള ആ പൊട്ടിച്ചിരി. എന്നൊക്കെ സൂർദാസ് പറയുകയാണ്, സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ച കൃഷ്ണൻ്റെ പാൽപ്പല്ലുകൾ കണ്ടപ്പോൾ നന്ദന് തോന്നി താമരപ്പൂവിൽ ഇടിമിന്നൽ ഉദിച്ചതുപോലെ. അവിടെ നോക്കിയേ, സന്തോഷത്തോടെ കിലുകില് പൊട്ടിച്ചിരിച്ച കൃഷ്ണൻ്റെ പല്ലുകൾ കണ്ടപ്പോൾ എവിടെയാണ്? താമരയിൽ, താമരപ്പൂവിലെ ഇടിമിന്നൽ ഉദിച്ചതുപോലെ നന്ദന് തോന്നുകയും ചെയ്തു. എക്സാമിന് ചോദിക്കാൻ കൊള്ളാം കേട്ടോ. അത് 3 മാർക്കായിരിക്കും, 4 കാണത്തില്ല, 3 മാർക്കേ കാണുള്ളൂ. അതിൻ്റെ ആശയം ഫുള്ള് എഴുതി കൊടുക്കുമ്പോൾ 3 പാരഗ്രാഫായിട്ട് വേണം എഴുതി കൊടുക്കാൻ. ആദ്യം കവിയെക്കുറിച്ച് എഴുതണം, അതിനുശേഷം തന്ന പദിൻ്റെ ആശയം എഴുതുക, അതിന് അവസാന പാരഗ്രാഫിലെ കൺക്ലൂഷൻ എഴുതുക. നോക്കിയേ, വായിച്ചു തരാം. സൂർദാസ് കൃഷ്ണഭക്തി ശാഖ പ്രമുഖ കവി ഹേ. സൂർദാസ് കൃഷ്ണഭക്തി ശാഖയിലെ പ്രമുഖ കവിയാണ്. ഉൻകെ പദ സൂർസാഗർ മേ സംഗ്രഹിത ഹേ. അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ സൂർസാഗറിൽ സമാഹരിക്കപ്പെട്ടിരിക്കുന്നു. യഹാം ഇവിടെ കൃഷ്ണയ്ക്ക് ബാലലീലാക്ക ഏക പദ് ഹേ. ഇവിടെ കൃഷ്ണൻ്റെ ബാലലീലയിലെ ഒരു പദമാണ്, ഒരു കീർത്തനമാണ്. പുത്ര കൃഷ്ണയ്ക്ക് ക്രീഡായും ദേഖുകറെ. പുത്രനായ കൃഷ്ണൻ്റെ ക്രീഡകൾ, ചേഷ്ടകൾ കണ്ടപ്പോൾ യശോദ അവർ നന്ദയ്ക്ക് ആനന്ദ് കാ വർണ്ണൻ ഹേ. യശോദയുടെയും നന്ദൻ്റെയും ആനന്ദം, സന്തോഷമാണ് ഈ കീർത്തനത്തിൽ വർണ്ണിക്കുകയും ചെയ്യുന്നത്. അതാണ് ആദ്യത്തെ പാരഗ്രാഫായിട്ട് കവിയെക്കുറിച്ച് എഴുതി കൊടുക്കേണ്ടത്. രണ്ടാമത്തെ ആശയം നോക്കിയാൽ, പുത്രയ്ക്ക് മുഖുക്കോ ദേഖകർ യശോദ കോ ഹർഷ ആയി. പുത്രൻ്റെ മുഖം കണ്ടപ്പോൾ യശോദയ്ക്ക് ഹർഷം വന്നെന്ന് വെച്ചാൽ സന്തോഷം വന്നു. കൃഷ്ണയ്ക്ക് ദൂത്ത്ക്ക് ദാന്ത് ദേഖകർ അധിക ആനന്ദ് ഹോഗെ. കൃഷ്ണൻ്റെ ദൂത്ത്ക്ക് ദാന്ത് പാൽപ്പല്ലുകൾ കണ്ടപ്പോൾ അധികമായ ആനന്ദ സന്തോഷമാണ് യശോദയ്ക്ക് വന്നത്.
കൃഷ്ണ കെ പ്രേമമേ മഗ്നെ യശോദ കാ ഹോശ് ഖോ ജാതാ ഹേ. കൃഷ്ണൻ്റെ സ്നേഹത്തിൽ മുഴുകിയ യശോദയുടെ ബോധം മറയുന്നത് പോലെ തോന്നിയെന്ന് വെച്ചാൽ അവൾ എന്ത് ചെയ്തു, വഹസ ഫൂൽ ഗൈ, അവളെല്ലാം മറന്നുപോയി. അതായത് തന്നെ തന്നെ അവൾ മറന്നു പോവുകയും ചെയ്തു. അവരുടെ കൃഷ്ണൻ്റെ സ്നേഹത്തിൽ യശോദ അവളെ തന്നെ മറന്നുപോയി. വഹ് ബാഹർ സെ അപനാ പതി നന്ദ് കോ ബുലാക്കർ. വഹ് ബാഹർ എന്ന് വെച്ചാൽ അവൾ വെളിയിൽ നിൽക്കുന്ന അപനാ പതി സ്വന്തം പതിയായ നന്ദനെ ബുലാക്കർ വിളിച്ചു. പുത്രകാ സുന്ദർ രൂപ ദേഖനെ കഹ്തേ, പുത്രൻ്റെ സുന്ദരമായ മുഖം കാണുവാൻ പറയുന്നു. വഹ് കഹാക്കി, അവൾ പറഞ്ഞു, സുന്ദരെ പുത്രെ छोटे छोटे दूध के दांत देखने पर നയന സുഖ മിൽത്താ ഹേ. വാക്ക് കഹാക്കി, അവൾ പറഞ്ഞു, സുന്ദരമായ പുത്രൻ്റെ ചെറിയ ചെറിയ ദൂത്ത് കെ ദാന്ത് പാൽപ്പല്ലുകൾ കണ്ടാൽ നയൻ കണ്ണുകൾക്ക് സന്തോഷം സുഖം കിട്ടും. പത്നി की बातें सुनकर नंद आए और पुत्र को देखकर उनके दोनों नयने तृप्त हो गए. പത്നിയുടെ കാര്യങ്ങൾ കേട്ട നന്ദൻ വരികയും അകത്തേക്ക് വരികയും പുത്രനെ കണ്ടപ്പോൾ, അതായത് പുത്രൻ്റെ മുഖം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ദോനവും നേത്രം എന്ന് വെച്ചാൽ രണ്ട് കണ്ണുകളും തൃപ്തിയായി, സന്തോഷം ആയി, അല്ലെ സംതൃപ്തിയായി. ആർക്ക്? നന്ദന്. കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ നന്ദൻ്റെ കണ്ണുകൾക്ക് സംതൃപ്തിയായി കഴിഞ്ഞു. सूरदास जी कहते हैं, सूरदास പറയുന്നു, नंदिने किलकिले मारते हुए कृष्ण के दांतों को देखा तो ऐसा लगा कि कमल पर बिजली उग आई है. सूरदास പറയുകയാണ്, നന്ദനെ കിൽക്കാരി മാർത്തെ ഹുയെ കൃഷ്ണയ്ക്ക് ദാന്തോങ്കോ, പൊട്ടിച്ചിരിക്കുന്ന കൃഷ്ണൻ്റെ പല്ലുകൾ കണ്ടപ്പോൾ ഐസ ലഗാക്കി, അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നി. ആർക്ക്? നന്ദനെ. കമൽ പർ ബിജലി ഉഗ ആയി ഹേ, താമരപ്പൂവിലെ ബിജലി എന്ന് വെച്ചാൽ ഇടിമിന്നൽ ഉദിച്ചതുപോലെയാണ് നന്ദന് തോന്നുകയും ചെയ്തത്. കുട്ടിയുടെ പൊട്ടിച്ചിരി കണ്ടപ്പോൾ ആ പല്ലിലേക്ക് നമ്മുടെ താമരപ്പൂവിൽ ബിജലി, അതായത് ഇടിമിന്നൽ വന്ന് ഉദിച്ചതുപോലെയാണ് നന്ദന് തോന്നിയത്. അടുത്തതിൻ്റെ കണ്ടൻ്റായിട്ട് എഴുതി കൊടുക്കുക. ബാലകൃഷ്ണ സൗന്ദര്യ അനുപമഹേ, നമ്മുടെ കൃഷ്ണൻ്റെ സൗന്ദര്യ അനുപമമാണ്. ഉൻകി ചേഷ്ടായും ഹൃദയഹാരിഹേ, അദ്ദേഹത്തിൻ്റെ ചേഷ്ടകളെ പ്രവർത്തികളെ ഹൃദയസ്പർശിയും ആകുന്നു. എത്രയും എഴുതി നിർത്തുക. 3 മാർക്കാണ്, ഇത്രയും എഴുതിയാൽ മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഹേ കാൻഹ് പഠിക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.